നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ മുന്നണികളും. പുതിയ യാത്രയുമായി വി.ഡി. സതീശനും ടീം UDFും സജീവമാകുമ്പോൾ വികസന മുന്നേറ്റ ജാഥയുമായി മറുവശത്ത് കളം നിറയുകയാണ് LDF. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലെത്തി NDAയുടെ തെരഞ്ഞെടുപ്പ് ആവേശവും കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് അദ്ദേഹം തൃശൂർ നഗരത്തിൽ പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്തിലൊക്കെ പങ്കാളിയായി ആവേശം ഒന്നുകൂടി കൂട്ടാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വാർത്തകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കി വരാം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് സംയുക്ത പ്രസ്താവന പുറത്തുവിട്ട ഇരു രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവ്. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിൽ ആഭ്യന്തര അന്വേഷണം. തിരുവല്ല സ്റ്റേഷനിലെ പോലീസുകാർക്ക് ഗുണ്ടകളുമായി കൂട്ടുകെട്ടെന്ന് സംശയം. കേസിൽ നിന്ന് കൂടുതൽ അറസ്റ്റിന് സാധ്യത. നടൻ മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായോ എന്ന് പോലീസ് അന്വേഷിക്കും. DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. അപകട വിവരം അറിഞ്ഞതു മുതലുള്ള പോലീസ് നടപടികൾ പരിശോധിക്കും. നടൻ മദ്യപിച്ചിരുന്നോ എന്ന് കണ്ടെത്താൻ പരിശോധനാ ഫലം കാത്തു പോലീസ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര തുടരുന്നു. ഇന്ന് പര്യടനം കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിൽ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ കേരള സന്ദർശനം തുടരുന്നു. അല്പസമയത്തിനകം കാലടി ആദിശങ്കര ജന്മഭൂമിയിൽ സന്ദർശനം. LDFന്റെ വികസന മുന്നേറ്റ ജാഥയും പുരോഗമിക്കുന്നു. കോൺഗ്രസിൽ പുതിയ KPCC പ്രസിഡന്റിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടായേക്കും. കൊടിക്കുന്നിൽ സുരേഷിന് മുൻഗണന. ബെന്നി ബെഹന്നാന്റെയും ഷാഫി പറമ്പിലിന്റെയും പേരുകളും ചർച്ചയിൽ. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമാകുന്നു. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട അമേരിക്ക. അതിവേഗ ബോട്ടുകൾ ഹോർമുസ് കടലിടുക്കിൽ വിന്യസിച്ച് ഇറാൻ. ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ലോകകപ്പ് T20ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യയുടെ എതിരാളികൾ അമേരിക്ക. മത്സരം രാത്രി 7 മണി മുതൽ മുംബൈ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംയുക്ത പ്രസ്താവന പുറത്തുവിട്ടിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഇളവുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പരമാവധി നികുതി 18%. 5 വർഷത്തിനുള്ളിൽ $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യും. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഐശ്വര്യ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. ഈ കരാർ നടപ്പാക്കുന്നതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ സംയുക്ത പ്രസ്താവന പുറത്തു വന്നതോടുകൂടി മാറിയല്ലേ? അതെ, ശ്രീജായി സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു നിർണായക ദിനം തന്നെയാണ്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. ഇത് സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് 50% നികുതിയിൽ നിന്ന് 18% താരിഫ് മാറിയിരിക്കുകയാണ്. അതായത് 2 തരത്തിലാണ് അമേരിക്ക ഇന്ത്യക്കെതിരെ നികുതി ചുമത്തിയിരിക്കുന്നത്. ഒന്ന് റെസിപ്രോക്കൽ താരിഫ്, കൂടാതെ ഒന്ന് ഈ റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തീരുവയായ 25%. ഈ 25% അമേരിക്ക പാടെ ഒഴിവാക്കിയിരിക്കുകയാണ്. കൂടാതെ ബാക്കിയുള്ള 25%-ൽ നിന്നാണ് ഇപ്പോൾ 18%-ആയി തീരുവ കുറച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ ഈ വസ്ത്രങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, റബ്ബർ തുടങ്ങിയ ഈ ചെരുപ്പ് ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് ഈ തീരുവ സംബന്ധിച്ച് വലിയ ഇളവ് കിട്ടാൻ പോകുന്നത്. അതായത് അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു നികുതി ഇളവാണ് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു താരിഫ് കുറയ്ക്കുമ്പോൾ ഇന്ത്യയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഈ സോയാബീൻ ഉൾപ്പെടെയുള്ള ഓയിൽ, കൂടാതെ ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കും ഇന്ത്യ നികുതി ഇളവ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഇതുമായി സംബന്ധിച്ച് ഈ ഒരു വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മാർച്ചിലാണ്. മാർച്ചിൽ യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രമേ ഈ ഒരു കരാർ സംബന്ധിച്ച് പ്രാബല്യത്തിൽ വരികയുള്ളൂ
വരികയുള്ളൂ. കൂടാതെ മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്ന ഒരു കരാറും ഒപ്പിടും. അതായത് ഈ ഒരു കരാർ ഇരു രാജ്യങ്ങൾക്കും ഇടയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് മൂന്നാമത്തെ രാജ്യത്തിന് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല. അതായത് ഇതിൻ്റെ ഒരു നേട്ടം മൂന്നാമതായ ഒരു രാജ്യത്തിന് ഈ ഒരു നേട്ടം സ്വന്തമാവുകയില്ല. അതായത് ചൈന പോലുള്ള വൻ രാജ്യങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഈ ഒരു കരാറിൽ ഇടപെടാൻ സാധിക്കില്ല. കൂടാതെ മറ്റൊരു കാര്യം പറയേണ്ടത്, ഇനി ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു മത്സര ചൂടുണ്ടാവും. അതായത് കൂടുതലായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വിറ്റുപോകും എന്നുള്ളത് സംശയമില്ല. മറ്റൊന്ന് പറയേണ്ടത്, നമുക്കറിയാം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഊർജ്ജം, വ്യോമയാനം, വിവരസാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നീ മേഖലകളിലായി ഏകദേശം $500 ബില്യൺ ഒരു വ്യാപാരം നടക്കുമെന്നും ഈ ഒരു സംയുക്ത പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവച്ചിരിക്കുകയാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു വ്യാപാര കരാറാണ് ഇനി വരുന്ന നാളുകളിൽ ഉണ്ടാകാൻ പോകുന്നത്. മാർച്ചോട് കൂടി ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകും. കൂടാതെ ഇത് ആദ്യം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിലേക്ക് കടക്കുകയാണെന്ന് ആദ്യം പ്രസ്താവന അല്ലെങ്കിൽ ആദ്യം പ്രതികരിച്ചിരുന്നത്. ഐശ്വര്യ, ഞാൻ ഇടപെടുകയാണ്. ശ്രീ TP ശ്രീനിവാസൻ അമൃത വാർത്തകൾക്കൊപ്പം ഈ ഒരു അവസരത്തിൽ ചേരുകയാണ്. സർ, കരാർ നടപ്പാക്കുന്നതിൽ ചില സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അതെന്തായാലും ഈ ഒരു സംയുക്ത പ്രസ്താവന പുറത്തു നിന്നതോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിയിരിക്കുകയല്ലേ? എന്താണ് സാറിന് തോന്നുന്നത്? സംയുക്ത പ്രസ്താവന വന്നതോടുകൂടി പല കാര്യങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള നമുക്കൊരു അച്ചീവ്മെന്റ് ഇതിൽ പറയാനുള്ളത് 50% നിന്ന് 18% നമ്മുടെ തീരുവകൾ കുറച്ചു എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. അതിന് പകരമായി നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സംശയം. ഇപ്പൊ നമുക്കറിയാം 50,000 കോടി രൂപയ്ക്കുള്ള സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ഏതൊക്കെ സെക്ടറിലായിരിക്കും എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ അത് അഗ്രികൾച്ചർ സെക്ടറിലും കൂടി ബാധിക്കുന്നുണ്ട്. അഗ്രികൾച്ചർ സെക്ടറിൽ അരിയുടെ കാര്യത്തിലും തേയിലയുടെ കാര്യത്തിലും അങ്ങനെ വളരെ പ്രധാനമായിട്ട് ഇന്ത്യൻ കർഷകർക്ക് ഉണ്ടാകാമായിരുന്ന പ്രശ്നങ്ങൾ കുറേയൊക്കെ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും അഗ്രികൾച്ചർ ആദ്യമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് ഒരു വലിയ കൺസെഷൻ തന്നെയാണ്. പക്ഷെ അതിന് പകരം വളരെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ കോഓപ്പറേഷൻ, അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ടെക്നിക്കൽ കോഓപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് തീരുവ കുറഞ്ഞതിലുള്ള വലിയ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിലും വളരെ വ്യക്തമായിട്ട് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ കരാർ ഒപ്പുവെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു പുതിയ ഇന്ത്യ അമേരിക്കൻ ബന്ധങ്ങളുടെ ഒരു പുതിയ ചാപ്റ്റർ തുറക്കും എന്നുള്ളതിന് സംശയമില്ല. സാർ, ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് സംബന്ധിച്ചുള്ളൊരു ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും ഒഴിവാകില്ല എന്ന തരത്തിലല്ല ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ഊർജ്ജ സുരക്ഷയെ ബാധിക്കും എന്നതിനാൽ ഒരു കരുതൽ ഈ ഒരു വിഷയത്തിൽ സർക്കാർ എടുക്കാൻ തന്നെയല്ലേ സാധ്യത? ഇപ്പോഴും അത് വളരെ വ്യക്തമല്ല. പക്ഷെ തീർച്ചയായിട്ടും അത് റഷ്യയിൽ നിന്നുള്ള ഓയിലിന്റെ ഇമ്പോർട്ട് കുറയ്ക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെയധികം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ഓയിൽ തന്നെ അമേരിക്കയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ വെനിസ്വേലയിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ അതുകൊണ്ട് റഷ്യൻ ഓയിലിന്റെ കാര്യത്തിൽ നമ്മൾ അധികം സംസാരിക്കാറില്ലെങ്കിലും അതിൽ തീർച്ചയായും വലിയ കുറവുണ്ടാകും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. തീർച്ചയായും വളരെയധികം നന്ദി സാർ, എന്തായാലും ഈ ഒരു അവസരത്തിലൊപ്പം ചേർന്നതിനും വിവരങ്ങൾ പങ്കുവച്ചതിനും. ഐശ്വര്യ, സാർ പറഞ്ഞതുപോലെ പുതിയൊരു ചാപ്റ്റർ തുറന്നിരിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലായതിലൂടെ എന്നാണ് ശ്രീ TP ശ്രീനിവാസൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. അതെ, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു തുടക്കമാണ് ഇന്ന് ഈ ഒരു വ്യാപാര കരാറിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് പുറത്തു വിടുന്നതിലൂടെ മനസ്സിലാകുന്നത്. അതായത് വലിയ രീതിയിലുള്ള നികുതി ഇളവാണ് ഉണ്ടായിരിക്കുന്നത്. കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ആദ്യം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിനുശേഷമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാർത്തകളൊക്കെയും സ്ഥിരീകരിക്കുന്നത്. ശരിയാണ്, വ്യാപാര കരാറിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. കൂടാതെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇത് സംബന്ധിച്ച് ലോക്സഭയിലും കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഈ വ്യാപാര കരാർ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഒപ്പിട്ടിരിക്കുന്നത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്ന പ്രസ്താവന ഉടൻ തന്നെ പുറത്തുവിടുമെന്നും കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്. ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത്. ഇനി ഇത് മാർച്ചിൽ മാത്രമാണ് ഈ കരാർ സംബന്ധിച്ച് വ്യാപാര കരാർ പ്രാബല്യത്തിലാകുന്നത്. മാർച്ചിലാണ് ഇരു
നേതാക്കളും ഈ കരാറിലേക്ക് അന്തിമമായി ഒപ്പിടുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കരാർ യാഥാർത്ഥ്യമാകുമ്പോഴേക്കും 50% എന്ന തീരുവയാണ് 18% കുറച്ചിരിക്കുന്നത്. ഈ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കുറവ് തീരുവ ഇന്ത്യക്കാണ്. അതായത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ ചെലവാകും, അല്ലെങ്കിൽ ഒരു മത്സര രംഗത്തേക്ക് ഇന്ത്യ ചുവടുവയ്ക്കുകയാണ് എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം. കൂടാതെ ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നികുതി ഇളവ് വരുമ്പോൾ ഇതേ കാര്യം തന്നെ ഇന്ത്യ അമേരിക്കയ്ക്കും കൊടുക്കുന്നുണ്ട്. അതായത് അമേരിക്കയിലുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ആഡംബര കാർ, അതുപോലെ തന്നെ സോയാബീൻ ഓയിൽ തുടങ്ങിയ കാർഷിക വിളകൾക്കും അമേരിക്കയുടെ സാധനങ്ങൾക്കും ഇന്ത്യ ഇളവ് കൊടുക്കുന്നുണ്ട്. അതായത് ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കാണ് തയ്യാറാകുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എങ്ങനെയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇത് വ്യക്തമാക്കുമ്പോൾ ഈ ഒരു കരാറിൽ ഇത് സംബന്ധിച്ച വലിയ വ്യക്തമായ ഒരു ധാരണയൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് 50-ൽ 25% അധിക തീരുവ അമേരിക്ക എടുത്തു കളഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഇന്ത്യ ഇതുവരെയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇനി വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന നാളുകളിൽ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തടയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ടി പി ശ്രീനിവാസനും അക്കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ശ്രീജ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. തീർച്ചയായും ഐശ്വര്യ, ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. സംയുക്ത പ്രസ്ഥാനം എന്തായാലും ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടതോടുകൂടി പല സംശയങ്ങളും ഇതോടെ മാറിയിരിക്കുകയുമാണ്. എന്തായാലും നമുക്ക് മറ്റു വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കളം അതങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്ര കാസർഗോഡ് ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ഇന്ന് ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. യാത്രയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി അനൂപ് നീലേശ്വരം ചേരുകയാണ്. അനൂപ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളല്ല, അദ്ദേഹം കുറച്ച് മുന്നേ തന്നെ പറഞ്ഞൊരു കാര്യം ടീം UDF എന്നാണ്. ആ ഒരു ആവേശം അദ്ദേഹം ഇന്നലെയും ആ ഒരു പര്യടനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. എന്തായാലും നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ അടക്കം ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പര്യടനം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് ആവേശജലമായ തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മഞ്ചേശ്വരത്തെ കൊമ്പളയിൽ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ജാഥയിൽ ആ ഒരു ടീം UDF ശരിക്കും പ്രതിഫലിച്ചു. എല്ലാ ഘടകകക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിലുണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിലാണ് പുതുയുഗ യാത്ര തുടങ്ങിയത്. അതായത് പുതിയൊരു യുഗം കേരള രാഷ്ട്രീയത്തിൽ തുറക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനായിട്ട് അദ്ദേഹം അവരുമായി സംവദിക്കുന്നു എന്നതാണ് ഈ ഒരു യാത്രയുടെ പ്രത്യേകത. രാഷ്ട്രീയത്തിലുപരിയായി ഓരോ മണ്ഡലത്തിലും ഈ യാത്രയുടെ കാതലായൊരു സമയം സാധാരണ, അതായത് അദ്ദേഹം പറഞ്ഞത് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാൻ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ജനവിഭാഗങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേട്ടറിയുക, അതുപോലെ തന്നെ മറ്റു വികസന പ്രശ്നങ്ങൾ, ജനകീയമായ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, കേൾക്കുക, UDF മുന്നോട്ട് വെക്കുന്ന വികസന കാര്യങ്ങൾ അവരോട് ഈ ഒരു സംവാദത്തിനിടയിൽ അവർക്ക് അതിന്റെ സൂചന നൽകുക, അത് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. MV ഗോവിന്ദൻ നടത്തുന്നത് പോലെ, CPM സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത് പോലെ പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഞങ്ങൾ നടത്തുന്നത്. സാധാരണ ജനവിഭാഗവുമായി ബന്ധപ്പെടുന്ന, അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുമായി ചർച്ച നടത്തിക്കൊണ്ടാണ് ഇത് പോകുന്നത്. രാഷ്ട്രീയം കൂടുതൽ പറയുക എന്നതിൽ ഉപരി ഇത്തരം ജനങ്ങളുമായി ബന്ധപ്പെടുക എന്ന ആ ഒരു കാര്യത്തിനാണ് അദ്ദേഹം ഊന്നൽ നൽകിക്കൊണ്ട് സംസാരിക്കുന്നത്. ഇന്ന് 8 മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലെത്തി ഇത്തരം ആളുകളുമായി മുഖാമുഖം പരിപാടി നടത്തും. അവരുടെ പ്രയാസങ്ങൾ കേട്ടറിയും. പിന്നീടായിരിക്കും ഇന്നത്തെ ദിവസത്തെ പുതുയുഗ യാത്രയുടെ പ്രയാണം തുടങ്ങുക. ഉദുമ നിയോജക മണ്ഡലത്തിലാണ്. അതിനുശേഷം കാഞ്ഞങ്ങാട്ടും പിന്നീട് തൃക്കരിപ്പൂരിലുമാണ് ഇന്ന് ഈ. ശരി അനൂപ്, എന്തായാലും വളരെയധികം ആവേശത്തോടുകൂടി ജനങ്ങളുമായിട്ടൊക്കെ സംവദിച്ച്
വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കാസർഗോഡ് ജില്ലയിൽ ഇന്ന് പര്യടനം നടത്തും. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്ന അനൂപ് നീലേശ്വരം. ജോസ് കെ മാണി MP നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥയുടെ കോട്ടയം ജില്ലയിലെ പര്യടനം ഇന്ന് ആരംഭിക്കും. രാവിലെ പത്തനംതിട്ട ജില്ലയിലെ അടൂർ, തിരുവല്ല മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ട് 4 മണിക്ക് ചങ്ങനാശ്ശേരിയിലാണ് കോട്ടയം ജില്ലയിലെ ആദ്യ സ്വീകരണം. വൈകുന്നേരം 5-ന് കോട്ടയം ടൗണിലും സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ കോട്ടയം ബെസേലിയസ് കോളേജിൽ വെച്ച് കോട്ടയത്തെയും പരിസര നിയോജക മണ്ഡലങ്ങളിലെയും പൗരപ്രമുഖരും തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള വ്യക്തിത്വങ്ങളുമായി ജാഥ ക്യാപ്റ്റനും മറ്റംഗങ്ങളും കൂടിക്കാഴ്ച നടത്തും. പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കടുത്തുരുത്തി, വൈക്കം നിയോജക മണ്ഡലങ്ങളിലും ജാഥ ഞായറാഴ്ച പര്യടനം നടത്തും. തിങ്കളാഴ്ച പാലാ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ജാഥ ഇടുക്കി ജില്ലയിലേക്ക് കടക്കും. 14-നാണ് എറണാകുളത്ത് മധ്യമേഖലാ ജാഥ സമാപിക്കുക. പുതിയ KPCC പ്രസിഡന്റിനായി ചർച്ചകൾ വേഗത്തിലാക്കി കോൺഗ്രസ്. ഫെബ്രുവരി 15-നുള്ളിൽ പ്രഖ്യാപനമുണ്ടാകും. കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ എന്നീ പേരുകളും ചർച്ചയിലുണ്ട്. സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നതിനാൽ പുതിയ അധ്യക്ഷന് താൽക്കാലിക ചുമതലയാണോ എന്നതിൽ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി അൻഫിൽ ഡിസൂസ ചേരുകയാണ്. അൻഫിൽറ്റ്, ഗുഡ് മോർണിംഗ്. നിലവിലെ സാഹചര്യത്തിൽ സണ്ണി ജോസഫ് മത്സരിക്കട്ടെ എന്നാണ് പാർട്ടി നിലപാട്. അതിനാൽ തന്നെ ആർക്കായിരിക്കും നറുക്ക് വീഴുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് ഈ ഒരു സ്ഥാനത്ത് പരിഗണിച്ചിരുന്നു. പക്ഷേ അന്ന് സണ്ണി ജോസഫിനായിരുന്നു നറുക്ക് വീണത്. യുവരക്തം വേണമെന്ന ആവശ്യം ചില വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഷാഫി പറമ്പിലിൻ്റെ പേരൊക്കെ അത്തരത്തിലാണ് മുന്നോട്ട് വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം വേഗത്തിൽ, അതുകൊണ്ട് തന്നെ ചർച്ചകളൊക്കെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയല്ലേ? ശ്രീജ, ഗുഡ് മോർണിംഗ് ശ്രീജ. തീർച്ചയായും, കാരണം എത്രയും വേഗത്തിൽ തന്നെ KPCC അധ്യക്ഷനടക്കമുള്ളവരുടെ പുതിയ അധ്യക്ഷനായിട്ട് ഒരാളുടെ പേര് നിയോഗിക്കുക, അല്ലെങ്കിൽ ഒരാളെ ആ പദവിയിലേക്ക് നിയോഗിക്കുക അടക്കമുള്ള ചുമതലകളിലേക്ക് എത്രയും വേഗത്തിൽ കോൺഗ്രസിന് കടന്നേ പറ്റുകയുള്ളൂ. കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ യാത്ര ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കേരള യാത്ര, നവയുഗ യാത്ര. അത് ഒരു മാസത്തെ യാത്രയാണ്. ഫെബ്രുവരി 6-ാം തീയതി മുതൽ മാർച്ച് 6 വരെ നീളുന്ന ഒരു മാസത്തെ യാത്രയിലാണ് അദ്ദേഹം. അപ്പോൾ ഈ യാത്ര തീരുന്നതുവരെ ഒന്നും കാത്തിരുന്നിട്ട് കാര്യമില്ല. കാരണം ഏറെക്കുറെ എല്ലാവരും കരുതുന്നത് ഈ ഫെബ്രുവരി അവസാനത്തോടുകൂടി വിജ്ഞാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പ്രത്യേകിച്ച് മധുസൂദൻ മിശ്രയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏറെക്കുറെ 2 ദിവസം അദ്ദേഹം ഇവിടെ ക്യാമ്പ് ചെയ്തു. ചർച്ചകൾക്കൊക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം, അതായത് 1-ാം ഘട്ട സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ ചർച്ചകൾക്കൊക്കെ ഒരു അന്തിമ രൂപമായതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 1-ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഒരു ഫെബ്രുവരി 20-ന് മുമ്പ്, എന്തായാലും ഒരു 15-20 ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ആദ്യം 1-ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ എന്തായാലും നിലവിലെ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരണം മുൻ MLA-മാർ, നിലവിലെ MLA-മാരൊക്കെ തന്നെയും 2 പേർ ഒഴികെ, ഈ K. ബാബുവിൻ്റെ മണ്ഡലത്തിലും ഒപ്പം തന്നെയും പാലക്കാടും, ഈ 2 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി 19 ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സണ്ണി ജോസഫ് കളത്തിലേറെ എത്രയും വേഗം ഇറങ്ങിയേ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉറപ്പിച്ചു നിന്ന് പ്രചാരണം നടത്തണമെങ്കിൽ KPCC അധ്യക്ഷ പദവി ഒഴിയണം. അപ്പോൾ പുതിയ അധ്യക്ഷനെ എത്രയും വേഗം തന്നെ പ്രഖ്യാപിക്കണം. ഫെബ്രുവരി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി 15-നുള്ളിൽ തന്നെ, ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകും. പക്ഷേ ആര് എന്ന ചോദ്യം വളരെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ചർച്ചകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പല പേരുകളുമൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കൊടിക്കുന്നിൽ സുരേഷിനാണ് മുൻഗണന. അദ്ദേഹത്തിനായിരിക്കും സാധ്യത ഏറെ കൂടുതലെന്നാണ്. പക്ഷേ അങ്ങനെ വരുമ്പോൾ വേറെ പല പേരുകളുമൊക്കെ, ബെന്നി ബെഹനാൻ, അതൊപ്പം തന്നെ ഷാഫി പറമ്പിലിൻ്റെ പേരുകളൊക്കെ വളരെ നേരത്തെ തന്നെ സജീവമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാമുദായിക പരിഗണനകളും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ ചേർന്ന് പോകുമ്പോഴാണ് ഷാഫി പറമ്പിലിന് തടസ്സങ്ങളേറെ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാനും അക്കാര്യത്തിലൊക്കെ തടസ്സം. പക്ഷേ പരിഗണന കൂടുതൽ പേരും യോജിക്കുന്ന ഒരു ഭൂരിപക്ഷമായ ഒരു സമവാക്യത്തിലേക്കൊക്കെ എത്തുന്നത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷിന് ആ പദവി കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ താൽക്കാലിക ചുമതല മതിയോ പൂർണ്ണ ചുമതല മതിയോ എന്നൊരു ചോദ്യത്തിൽ ഉടക്കി നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് തനിക്കിപ്പോൾ താൽക്കാലിക ചുമതലയാണെങ്കിൽ തനിക്ക് ആ പദവി വേണ്ട എന്ന്, കാരണം അദ്ദേഹം അത്രയേറെ സീനിയറായ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് താൽക്കാലിക ചുമതല വേണ്ട, പൂർണ്ണ ചുമതല വേണമെന്നൊരു ആവശ്യത്തിൽ അദ്ദേഹം നിൽക്കുകയാണ്. പക്ഷേ അത് വീണ്ടും ആശയക്കുഴപ്പത്തിലേക്കൊക്കെ പോകുന്നു. കാരണം UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ സണ്ണി ജോസഫ് മന്ത്രിപദത്തിലോ ഒക്കെ പോകുമായിരിക്കും. പക്ഷേ അതല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ വീണ്ടും KPCC അധ്യക്ഷ പദവിയിലേക്ക് അദ്ദേഹത്തിന് മടങ്ങി വരുമ്പോൾ ഇത് ഈ താൽക്കാലിക ചുമതല തടസ്സമാകും. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിലൊരു ആശയക്കുഴപ്പം നിൽക്കുന്നുണ്ട്. ഈ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പേര് ഏറ്റവും പരിഗണനയെ സജീവമായി മുൻപന്തി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിലൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ഇനി 1-2 ദിവസം കൂടി കഴിഞ്ഞ് വീണ്ടും ചില ചർച്ചകളൊക്കെ നടത്തി ഹൈക്കമാൻഡിൻ്റെ അന്തിമമായ അംഗീകാരമൊക്കെ ലഭിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവുകയുള്ളൂ. പക്ഷേ വളരെ എത്രയും വേഗം തന്നെ പുതിയ അധ്യക്ഷന് ചുമതല കൈമാറുന്നു. സണ്ണി ജോസഫ് അടക്കം തെരഞ്ഞെടുപ്പിലേക്ക് കളത്തിലേക്ക് ഇറങ്ങുന്നു. അതിന്
ഒട്ടും വൈകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. എന്തായാലും എത്രയും വേഗം തന്നെ ആ പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ കോൺഗ്രസ് നേതൃത്വം കടക്കും. ശ്രീജ, തീർച്ചയായും എത്രയും വേഗം തന്നെ പ്രഖ്യാപനം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും സണ്ണി ജോസഫ് തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുന്നതിനാൽ പുതിയ അധ്യക്ഷ താൽക്കാലിക ചുമതലയാണോ എന്നതിലുള്ള ഒരു ആശയക്കുഴപ്പമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു അൻഫിലിഡ് ഡിസൂസ. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന്റെ കേരള സന്ദർശനം തുടരുകയാണ്. ഇന്ന് രാവിലെ 7:30 കാലടിയിൽ ആദിശങ്കര ജന്മഭൂമിയിൽ സന്ദർശനം നടത്തുന്ന നിതിൻ നബീൻ തുടർന്ന് തൃശൂരിലേക്ക് പുറപ്പെടും. തൃശൂർ നഗരത്തിൽ പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്ത് പ്രവർത്തനത്തിലും അദ്ദേഹം പങ്കാളിയാകും. രാവിലെ 10:30 തൃശൂർ ഹയാത്ത് റീജൻസിയിൽ വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന പൊതു ബജറ്റ് ചർച്ചയിലും നിതിൻ നബീൻ പങ്കെടുക്കും. വിവരങ്ങളുമായി കിരൺ ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. കിരൺ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം എത്തിയപ്പോൾ ആവേശോജ്വലമായൊരു സ്വീകരണം തന്നെയാണ് BJP പ്രവർത്തകർ അദ്ദേഹത്തിന് നൽകിയത്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം കാലടിയിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? ഒപ്പം തന്നെ ചോദിക്കട്ടെ, എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് രംഗം NDA സജീവമാകിയാണ് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി. ഇന്ന് ചുവരെഴുത്തൊക്കെ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. ശ്രീജ, 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായിട്ടായിരുന്നു BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ കേരളത്തിലേക്ക് എത്തിയത്. ഇന്നലെ അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. പ്രധാനമായിട്ടും ഇന്നലെ നടന്നിരുന്ന പരിപാടി ഒന്ന് BJPയുടെ സംസ്ഥാന നേതൃയോഗവും ഒപ്പം കോർ കമ്മിറ്റി യോഗവും കൂടാതെ NDA നേതൃയോഗം, ഇങ്ങനെ 2 പ്രധാനപ്പെട്ട സംസ്ഥാന തലത്തിലുള്ള പരിപാടികൾ. ഒപ്പം അതിനുശേഷം എറണാകുളം, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ബൂത്ത് ഭാരവാഹികളുടെ യോഗവും നടന്നിരുന്നു. ഈ യോഗത്തിൽ എല്ലാം തന്നെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം അത് BJPയുടെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദേശീയ അധ്യക്ഷൻ്റെ വരവോടുകൂടി തന്നെ വ്യക്തമാകുന്നത്. ഇന്ന് തൃശ്ശൂരിൽ നടക്കുന്ന പരിപാടിയോടുകൂടി തന്നെ ഈ പ്രചരണ പരിപാടികളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കൂടി അദ്ദേഹം കുറിക്കുന്നുണ്ട്. രാവിലെ തൃശ്ശൂർ നഗരത്തിൽ BJP പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം ചുവരെഴുത്ത് പ്രവർത്തനത്തിൻ്റെ ഭാഗമാകും. നിലവിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും BJPയുടെ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രചരണ പരിപാടികളിലേക്ക് ഏതായാലും BJP ഔദ്യോഗികമായി തന്നെ കടക്കുകയാണ്. ഏതായാലും 2 ദിവസത്തെ ഈ സന്ദർശനം വലിയ ആവേശം തന്നെയാണ് BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നലെ 1:45 അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ആ സമയത്ത് BJP സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ വലിയൊരു നിര തന്നെ അദ്ദേഹത്തിന് സ്വീകരണം നൽകിയിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം അങ്കമാലി അഡ്ലസിൽ നടന്നിരുന്ന എറണാകുളം, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ബൂത്ത് ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്തത്. അവിടെ അഭിസംബോധന ചെയ്യുകയും ഒപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ നടത്തിയിട്ടുള്ള വലിയൊരു പ്രവർത്തനത്തിൽ അതിനെ അനുമോദിക്കുകയും ചെയ്യുകയുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം എറണാകുളത്ത് പിന്നീട് ഈ BJP സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായിരുന്നു. കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ അത് ഏത് തരത്തിലായിരിക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷം നിലവിലെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി NDAയുടെ നേതൃയോഗവും ഇന്നലെ ചേരുകയുണ്ടായി. ഇന്ന് ഏതായാലും ഇപ്പോൾ 2ാമത്തെ ദിവസത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഈ കേരള സന്ദർശനം കടക്കുകയാണ്. ഈ 2ാമത്തെ ദിവസം അദ്ദേഹം കടക്കുന്നത് കാലടി ആദിശങ്കര ജന്മക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ്. ആദിശങ്കരന്റെ ജന്മഭൂമി സ്ഥാനമാണ് കാലടി. അവിടെ എത്തുകയും അദ്ദേഹം ദർശനം നടത്തുകയും ചെയ്യും. ഏതായാലും ഇന്ന് കാലടിയിൽ വലിയ പരിപാടികളൊന്നും തന്നെ അദ്ദേഹത്തിനായിട്ട് ഇല്ല. അദ്ദേഹത്തിന്റെ 7:45 തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ദർശനം നടത്തിയതിന് ശേഷം അദ്ദേഹം നേരെ തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. തൃശ്ശൂരിൽ ആദ്യം ഈ ചുവരെഴുത്ത് പരിപാടിയിൽ പങ്കെടുക്കും. അതിനുശേഷം വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന പൊതു ബഡ്ജറ്റ് ചർച്ചയിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം തൃശ്ശൂരിൽ നടക്കുന്ന പാർട്ടി യോഗത്തിൽ കൂടി പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തിരികെ കൊച്ചിയിലെത്തുകയും നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരികെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ശരി കിരൺ, എന്തായാലും BJP പ്രവർത്തകർക്കിടയിൽ ആവേശം വാരി വിതറി നിതിൻ നബീന്റെ കേരള സന്ദർശനം തുടരുകയാണ്. വിവരങ്ങളുമായി പങ്കുചേരുകയായിരുന്നു കിരൺ കുമാർ. പത്തനംതിട്ട തിരുവല്ലയിലെ സ്പായിൽ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പോലീസിലും ആഭ്യന്തര അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. സ്പാകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിലുണ്ടെന്നാണ് സംശയം. പോലീസുകാരിൽ ചിലർ സ്പാകളിൽ നിത്യസന്ദർശകരാണെന്നും വിവരമുണ്ട്. അതേസമയം കേസിൽ 6 പ്രതികളിൽ 2 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മരണസുബിൻ എന്ന സുബിൻ അലക്സാണ്ടർ, ബെർലിൻ ദാസ് എന്നിവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. പലതവണ ഗുണ്ടാപ്പിരിവ് ആവശ്യപ്പെട്ടിട്ടും അത് നൽകാതെ വന്നതോടെയാണ് ഫെബ്രുവരി 1 സ്പായിൽ അതിക്രമിച്ചു കയറി ഗുണ്ടകൾ ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിന് ഇരയാക്കിയത്. മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. DCP വിനോദിന് അന്വേഷണ ചുമതല. മ്യൂസിയം പോലീസിന് വീഴ്ചയുണ്ടെന്നും
ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെ പരിശോധിക്കും. മണിയൻ പിള്ള രാജുവിന്റെ രക്തപരിശോധനാ ഫലവും ഇന്നറിയാനാകും. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ഒരിക്കൽ കൂടി ചേരുകയാണ്. അൺഫിലിറ്റ്, ഇന്നലെ രാവിലെ മുതൽ വലിയ വിവാദമായൊരു കേസായിരുന്നു ഈ മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസ്. അപ്പോൾ തന്നെ ഉയർന്നു കേട്ടൊരു കാര്യം, മണിയൻ പിള്ള രാജുവിനെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചു എന്ന തരത്തിൽ വലിയ വിവാദം ഉയരുകയും ഉണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അതെ ശ്രീജ, തീർച്ചയായും. കാരണം മണിയമ്പിള്ള രാജുവിനെ പോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാവുന്നൊരു വ്യക്തിയാണ്. ഒരു വാഹന അപകടം സംബന്ധിച്ചുണ്ടാകുമ്പോൾ അതിൽ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യമുള്ളൊരു വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ്. അതായത് DCP തന്നെ നേരിട്ട്, DCP വിനോദ് നേരിട്ട് തന്നെയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. അതായത് രാത്രി 10:30 വാഹന അപകടം ഉണ്ടാകുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ വന്നതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം അത് പോലീസിൽ അറിയിക്കാതെ വേഗം വാഹനം ഓടിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു. മൊബൈൽ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈൽ ഫോൺ പിന്നീട് രാവിലെയാണ് സ്വിച്ച് ഓൺ ആകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാഥമിക നിഗമനങ്ങളാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത്, മണിയമ്പിള്ള രാജു പറയുന്നത്, അദ്ദേഹം ഇത് ഉടൻ തന്നെ സുഹൃത്തുക്കളെത്താൻ പാനിക്കായി. അതിനുശേഷം സുഹൃത്തുക്കളെത്താൻ വിവരമറിയിച്ചു. ഈ പരിക്കേറ്റവരെ യുവാക്കളെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ആംബുലൻസ് അടക്കം ഏർപ്പാടാക്കി നൽകിയെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പക്ഷേ ഇതൊക്കെ മണിയമ്പിള്ള രാജുവിൻ്റെ വാദങ്ങളാണ്. അതേസമയം ഇദ്ദേഹത്തിന് ഈ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കം ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം മ്യൂസിയം പോലീസ് ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അത് ഈ മണിയമ്പിള്ള രാജുവിനെ കസ്റ്റഡിയിൽ എടുക്കുകയോ അദ്ദേഹത്തിൻ്റെ മദ്യപിച്ചിട്ടുണ്ടോ എന്നതടക്കം അദ്ദേഹത്തിന്റെ പരിശോധനകൾ, അതായത് രക്തപരിശോധനകൾ അടക്കം വളരെ വൈകിയാണ് രക്തപരിശോധന. പിറ്റേ ദിവസം രാവിലെ, അതായത് ഇന്നലെ രാവിലെ ഒരു 10:30 ശേഷമാണ് രക്തപരിശോധനയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏറെ വൈകി രക്തപരിശോധന നടന്നാൽ ആ പരിശോധനാ ഫലം ഇന്ന് വരും. പക്ഷേ എങ്കിലും അതിന് എത്രത്തോളം വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളമാണ് അതിനൊരു ആധികാരികതയുണ്ട് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഈ രക്തപരിശോധനാ ഫലം എടുക്കുന്നതിന് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിച്ചു. ഒപ്പം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുന്നതിലൊക്കെ മനഃപൂർവ്വം വൈകിപ്പിച്ചു. അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ന്യായീകരണം നൽകാനുള്ളൊരു സമയവും സാഹചര്യവുമൊക്കെ പോലീസ് മനഃപൂർവ്വം സൃഷ്ടിച്ചു നൽകി എന്നൊരു ആക്ഷേപമാണ് ഉയരുന്നത്. അങ്ങനെ മ്യൂസിയം പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കുകയാണ് DCP വിനോദിൻ്റെ നേതൃത്വത്തിൽ. ഒപ്പം സമാന്തരമായി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണമൊക്കെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. നമുക്കറിയാം, ഈ അപകടം ഉണ്ടായ സ്ഥലവും ഒക്കെ തന്നെയും ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ഇത്രയേറെ അപകടം, ഇങ്ങനെ ഒരു ഗുരുതരമായ ഒരു അപകടം സംഭവിച്ചു. ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്? മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്നാണ്. CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ അപകടം ഉണ്ടായിട്ട് ഇതിന് എത്രയും വേഗത്തിൽ പോലീസിൽ വിവരം അറിയിച്ചില്ല. അതിൽ വേണ്ട, ഒരു അപകടം നടക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അപകടം ഉണ്ടായാലും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാഥമികമോ ഉത്തരവാദിത്വം അത് മണിയൻപിള്ള രാജുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം ഉയരുന്നു. ഒപ്പം തന്നെ ഈ കേസ് FIR എടുത്ത പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നടക്കമുള്ളതാണ് ഇന്ന് ഇപ്പോൾ DCP വിനോദിൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ അന്വേഷണം വളരെ ശക്തമാക്കാൻ തന്നെയാണ്. കാരണം അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായതിനാൽ അന്വേഷണത്തെ ശക്തമാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെയാണ് DCP വിനോദിനെ നേരിട്ട് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ശരി അൻഫിൽട്ട്, എന്തായാലും സംഭവം വിവാദമായതോടുകൂടി മണിയൻപിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് പോലീസിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്ന വിവരങ്ങളുമായി ഇപ്പം ചെയ്യുകയായിരുന്നു അൺഫിലിറ്റ് ഡിസൂസ. സൈനിക ഏറ്റുമുട്ടൽ ഭീതി നിലനിൽക്കെ അമേരിക്കയിലെയും ഇറാനിലെയും ഉന്നത നേതാക്കൾ ഒമാനിൽ ചർച്ച നടത്തി. പശ്ചിമേഷ്യയിൽ അമേരിക്ക സൈനിക വിന്യാസം ശക്തമാക്കിയത് മേഖലയിൽ യുദ്ധഭീതി പടർത്തിയതിന് പിന്നാലെയാണ് മസ്കറ്റിൽ ഇരു രാജ്യങ്ങളും പരോക്ഷ ചർച്ച നടത്തിയത്. ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായും അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിന്റെ മരുമകനും ദൂതനുമായ ജാരഡ് കുഷ്ണർ എന്നിവരുമായും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുദൈസിയാണ് പ്രത്യേകം ചർച്ച നടത്തിയത്. നയതന്ത്രപരവും സാങ്കേതികവുമായ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അനുയോജ്യമായ സാഹചര്യം ഒരുക്കാനാണ് കൂടിയാലോചന നടത്തിയത് എന്ന് ഒമാൻ അറിയിച്ചു. അതേസമയം ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ഇറാൻ അമേരിക്ക തർക്കം രൂക്ഷമായി തുടരുകയാണ്. പടക്കപ്പലുകളും പോർവിമാനങ്ങളും ഒന്നിച്ചു നീങ്ങുന്ന ദൃശ്യങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനിടെ ഇറാൻ ഹോർമോസ് കടലിടുക്കിൽ അതിവേഗ ബോട്ടുകൾ വിന്യസിച്ചു. ഇറാൻ ബന്ധം ആരോപിച്ച് കൂടുതൽ രാജ്യങ്ങൾക്ക് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ അവയവമാറ്റ ചികിത്സാ രംഗത്ത് വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ട കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. കോഴിക്കോട് ചേവായൂരിൽ നിർമ്മിക്കുന്ന അത്യാധുനിക ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 1ാം ഘട്ട ശിലാസ്ഥാപനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അവയവ തകരാറുകൾക്കുള്ള ചികിത്സ, അവയവം മാറ്റിവെക്കൽ, ഗവേഷണം, പരിശീലനം എന്നിവ ലക്ഷ്യമിട്ട് പൊതുമേഖലയിൽ പൂർണ്ണ സ്വയംഭരണാധികാരത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമായിരിക്കും ഇത്. ചെവായൂരിലെ 20 ഏക്കർ സ്ഥലത്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉയരുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണത്തിനായി
9 കോടി രൂപയും അത്യാധുനിക ഉപകരണങ്ങൾക്കായി 99 കോടി രൂപയുമാണ് വകയിരുത്തിയിട്ടുള്ളത്. ആലപ്പുഴ ചേർത്തലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമായി വിഭാവനം ചെയ്ത ചീപ്പുങ്കൽ മണിയാപ്പറമ്പ് റോഡിന്റെ പൂർത്തീകരണം വൈകുകയാണ്. പാടത്ത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ച റോഡിൽ ടാറിംഗ് നടത്താനായിട്ടില്ല. ആധുനിക രീതിയിൽ ടാർ ചെയ്യുന്നതിനായി നബാർഡിന്റെ ധനസഹായം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. കുമരകം, വൈക്കം, ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ എളുപ്പമാർഗ്ഗമെന്ന നിലയിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ടതാണ് കുമരകം ചീപ്പങ്കലിൽ നിന്നും ആറുപൂക്കര പഞ്ചായത്തിലെ മണിയാപ്പറമ്പ് വരെ എത്തുന്ന റോഡ്. പാടം മണ്ണിട്ട് ഉയർത്തി വർഷങ്ങൾ പിന്നിട്ടു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് റോഡ് ടാറിങ്ങിനായി 5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ചതുപ്പ് പ്രദേശത്ത് മണ്ണ് താഴ്ന്നു പോകുന്നതിനെ തുടർന്ന് ടാറിംഗ് നടത്താനായിട്ടില്ല. വശങ്ങൾ കെട്ടാതെ ടാർ ചെയ്താൽ റോഡ് കൂടുതൽ താഴ്ന്നു പോകുമെന്ന കിഫ്ബി സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് വശങ്ങൾ കെട്ടുന്നതിനായി 50 കോടി രൂപയുടെ നബാർഡ് സഹായത്തിനായി പദ്ധതി സമർപ്പിച്ചിരിക്കുകയാണ്. 5.5 കിലോമീറ്ററോളം പാടത്തിന് നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ ചേർത്തല ഭാഗത്തു നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലെത്താൻ കുമരകം വഴി പോകുന്നതിനേക്കാൾ 20 കിലോമീറ്ററോളം ദൂരം ലാഭമുണ്ടാകും. പ്രദേശത്തെ 100 കണക്കിന് കുടുംബങ്ങൾക്കും റോഡിന്റെ പ്രയോജനം ലഭിക്കും. ഇവിടെ ഇപ്പം കരിയമഠം, മഞ്ചാടിക്കിരി, മറ്റം അതുപോലുള്ള ആൾക്കാർ അവിടെ നിന്നും വെച്ചൂരിൽ കുമരകത്തു നിന്നും കോട്ടയം ഇതിലെ ചേർത്തലെ ഒക്കെ ആലപ്പുഴയിൽ നിന്ന് വണ്ട് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ആ വഴിയെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു രോഗിയെ കൊണ്ടുപോകണമെന്നാലും വഴി ഒരു രീതിയിൽ തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ എത്തിപ്പെടാൻ പറ്റും. ആ ഒരു വഴിയാണ് ഇങ്ങനെ ഇട്ട് നശിപ്പിച്ച്. റോഡ് സഞ്ചാരയോഗ്യമായാൽ കർഷകർക്കും ഇത് ഏറെ പ്രയോജനകരമാകും. നിലവിൽ പാടത്തിന് സമീപത്തെ തോടുകളിലൂടെ വള്ളത്തിലാണ് പാടത്തേക്ക് വിത്തും വളവും എത്തിക്കുന്നതും പാടത്തു നിന്നും നെല്ല് റോഡിലേക്ക് എത്തിക്കുന്നതും. വഴി പെട്ടെന്ന് കിട്ടുവാണെങ്കിൽ കൃഷിക്കാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഒത്തിരി ഏക്കറുണ്ട്. ഇത് 300 ഏക്കറിൻ്റെയാണ്, അതിനങ്ങാപ്പുറത്ത് 400 ഇത് 100 ഏക്കറിൻ്റെയാണ്. ഇങ്ങനെ മണിയാറം പോലെ കിടപ്പുണ്ട് 2 സൈഡിലും പടം. അതായത് തടവും കുഴിയും മാറ്റി മക്കടിച്ചായാലും തന്നു കഴിഞ്ഞാൽ കൃഷിക്കാരന് ഭയങ്കര നേട്ടമാണ്. അതിന് ഇതിൽ പോകുന്നവർക്കും ഭയങ്കര നേട്ടമാണ്. റോഡിൽ മണ്ണിട്ട് ഉയർത്തിയ പല ഭാഗവും താഴ്ന്ന കുണ്ടും കുഴിയുമായി. റോഡിന്റെ ഇരുവശവും പൂർണ്ണമായും കരിങ്കൽ ഭിത്തിയും ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ഭിത്തിയും നിർമ്മിക്കണം. വീണ്ടും 2 അടിയോളം മണ്ണിട്ട് ഉയർത്തി അതിനു മുകളിൽ കയർഭൂവസ്ത്രം വിരിച്ച് GSPയും വെറ്റ്മിക്സ് മെക്കാർഡും ഇട്ട് ഉറപ്പിച്ച ശേഷം വേണം BMNBC ടാറിംഗ് നടത്താൻ. ഇതിനുള്ള പദ്ധതിയാണ് നബാർഡിന് സമർപ്പിച്ചത്. പ്രോജക്റ്റിന് നബാർഡിന്റെ അംഗീകാരം ലഭിച്ചാലും റോഡ് പൂർത്തീകരണത്തിന് ഇനിയും 1 വർഷത്തിലധികം സമയം വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകുമോ? എന്തായാലും യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടുക്കിക്കാർ ഉൾപ്പെടെയുള്ളവർ. എന്നേക്കുമായി മുടങ്ങുമെന്ന് കരുതിയ പദ്ധതിക്ക് കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചതോടെയാണ് പുതുജീവനാകുന്നത്. ഇടുക്കിയിൽ ആദ്യമായി ട്രെയിനിന്റെ ചൂളം വിളി ഉയരുമെന്ന പ്രത്യേകതയും പദ്ധതിക്കുണ്ട്. മധ്യ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റേണ്ട പദ്ധതി. 14 സ്റ്റേഷനുകളിലായി 111 കിലോമീറ്റർ ദൂരം. 1998 വിഭാവന ചെയ്തെങ്കിലും ഇന്നും ശബരിപാത ട്രാക്കിലായിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പങ്കാളികളായാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത്. പലതവണ മാറിവന്ന സർക്കാരുകൾ പണം വകയിരുത്തിയെങ്കിലും പദ്ധതി തുടങ്ങിയെടുത്തു തന്നെ നിൽക്കുന്ന അവസ്ഥയിലാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലായി 313 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടി വരിക. 30 കൊല്ലമായി ഇതിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അത് വന്നു പോയാൽ കുറെ പേർ എന്നേക്കാളും കഷ്ടമായിട്ട് അനുഭവിക്കുന്നത് 100 കണക്കിന് ആൾക്കാർ അങ്ങോട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് 30 വർഷമായി. എന്തെങ്കിലും മക്കൾക്കൊന്നും കൊടുക്കാതെ ഒരു രക്ഷയില്ല. ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും, ഒരാൾ വരയിപ്പിക്കും, ഒരാൾ പുതുക്കും. പലയിടങ്ങളിലും സദേൺ റെയിൽവേ ഇതിനോടകം സർവൈക്കലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2800 കുടുംബങ്ങൾ നഷ്ടപരിഹാരം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം 28 ഇത് കിഫ്ബിയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ ധനസഹായത്തോടെ സംസ്ഥാന ഗവൺമെൻറ് ഈ ശബരി റെയിൽപാതയുടെ പണി, ശബരി റെയിൽപാത പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പൂർത്തീകരണം എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലും വാഴക്കുളവും കടന്ന് ഇടുക്കിയിലെ തൊടുപുഴ കരിങ്കുന്നം വഴിയാണ് കോട്ടയത്തെ രാമപുരത്തേക്ക് നിർദ്ദിഷ്ട പാത കടക്കുക. അങ്കമാലി മുതൽ തൊടുപുഴ വരെ റെയിൽപാത നിർമ്മാണത്തിന് സാമൂഹ്യ ആഘാത പഠനവും ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ പത്മശ്രീ പെപ്പിത്ത സേത്തിന് ഇന്ത്യൻ പൗരത്വം. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്നും പെപ്പിത്ത പൗരത്വ രേഖ ഏറ്റുവാങ്ങി. 54 വർഷത്തെ ഇന്ത്യയിലെ ജീവിതത്തിനൊടുവിലാണ് 84-ാം വയസ്സിൽ പെപ്പിത്തയ്ക്ക് പൗരത്വം ലഭിക്കുന്നത്.
ബ്രിട്ടീഷ് നേവി ഉദ്യോഗസ്ഥനായിരുന്ന വിക്ടർ റാംസെയുടെയും ക്രിസ്ത്യൻ ഇർബിയയുടെയും മകളായി 1942 ഓഗസ്റ്റ് 3 ഇംഗ്ലണ്ടിലെ സഫോക്ക് കൗണ്ടിയിലാണ് പെബിതയുടെ ജനനം. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന മുത്തച്ഛന്റെ ഡയറി താളുകളിൽ നിന്നാണ് തന്റെ 27ാമത്തെ വയസ്സിൽ പെബിത സേത്ത് ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത്. ആദ്യവരവിൽ മുംബൈ, കൊൽക്കത്ത, ലക്നൌ, ബനാറസ് എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. 1972 തന്റെ രണ്ടാം വരവിൽ പെബിത കേരളത്തിലെത്തി. അതുവരെ കാണാത്ത വർണ്ണശബളവും സാംസ്കാരിക വൈവിധ്യവും നേരിട്ടറിഞ്ഞ പെബിത പിന്നെയൊരു തിരിച്ചുപോക്ക് ആലോചിച്ചിട്ടേയില്ല. കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിൽ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ആനകളുടെയും തെയ്യങ്ങളുടെയും നിരവധി ചിത്രങ്ങൾ പെബിത തന്റെ നിക്കോൺ ക്യാമറയിൽ പകർത്തി ലോകത്തിന് കാണിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ജനലക്ഷങ്ങളുടെ പ്രിയതോഴനായ ഗുരുവായൂർ കേശവൻ ഉണ്ടായിരുന്നു. 1981 ഹൈന്ദവാചാരപ്രകാരം ക്ഷേത്രപ്രവേശനത്തിന് അനുമതി നേടിയ പെബിത ഗുരുവായൂർ കേശവനെ കുറിച്ചുള്ള ചിത്രങ്ങളിലൂടെയും പഠനങ്ങളിലൂടെയും ശ്രദ്ധേയായി. കേരളീയ സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച 2012 രാജ്യം പത്മശ്രീ നൽകി പെബിത സേത്തിനെ ആദരിച്ചിരുന്നു. Of course it's wonderful. Of course it is. It's a journey that has meant a lot to me, and now I'm Indian. One of the good things about it is I didn't take anything away from anybody else's work. That was important to me. You know, you don't want to. Sometimes people come in from outside and they sort of sweep people aside. So I had to learn. With the Theyyam people, they insisted that I lived in the house in order that I would be able to learn. You have to learn before you start doing. The citizenship by naturalization ആണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും സാധാരണ രജിസ്ട്രേഷൻ ആണ് വരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. വടക്കൻ മലബാറിലെ ഗ്രാമങ്ങളിൽ തെയ്യം കലാകാരന്മാർക്കൊപ്പം 12 വർഷം സഞ്ചരിച്ച് നടത്തിയ ഗവേഷണത്തിനൊടുവിൽ രചിച്ച ഇൻ ഗോഡ്സ് മിറർ, ദ തെയ്യംസ് ഓഫ് മലബാർ, ദി എഡ്ജ് ഓഫ് അനദർ വേൾഡ്, ദ ഡിവൈൻ ഫ്രൻസി, ഹിന്ദു മിത്സ് ആൻഡ് റിച്വൽസ് ഓഫ് കേരള എന്നീ പുസ്തകങ്ങളും പെബിതയുടേതാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഏറ്റുമാനൂർ നഗരസഭയിൽ MCF ഇല്ലാത്തതിനെ തുടർന്ന് മാലിന്യം തള്ളുന്നത് വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗശൂന്യമായ കിണറ്റിൽ. നഗരത്തിൽ നിന്ന് ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കിണറ്റിൽ തള്ളുന്നത്. ആഴമുള്ള കിണറ്റിൽ മാലിന്യം നിറയുന്നത് ആരോഗ്യ ഭീഷണിക്ക് കാരണമാകുന്നതായി വ്യാപാരികളും പൊതുപ്രവർത്തകരും ഒക്കെ ആരോപിക്കുന്നു. ഏറ്റുമാനൂർ നഗരസഭ ഓഫീസിനും മാർക്കറ്റിനും സമീപത്തായുള്ള വാട്ടർ അതോറിറ്റിയുടെ കിണർ ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. സമീപകാലത്ത് കിണറിന്റെ ചുറ്റുമതിൽ പെയിന്റ് അടിക്കുകയും നെറ്റ് ഉപയോഗിച്ച് മുകൾ ഭാഗം മൂടുകയും സമീപത്ത് ചെടിച്ചട്ടികളും മറ്റും വെച്ച് ഈ ഭാഗം മനോഹരമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നഗരസഭയിലെ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളടക്കം ഇപ്പോൾ ഈ കിണറ്റിലാണ് തള്ളുന്നത്. ആഴമുള്ള കിണറ്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചിറക്കുളത്തിൻ്റെ ഭാഗമാണ്, പണ്ട് പാടമായിരുന്ന ഭാഗമാണ്. ആ ചതുപ്പ് കാലത്ത് 1 മീറ്റർ കുടിച്ചാൽ വെള്ളമാണ്. അങ്ങനെ ഈ ഏറ്റുമാനൂർ ഒരു കാലത്ത് കുടിവെള്ളം കൊടുത്തിരുന്ന ഒരു കിണറാണ് മൂടിക്കളഞ്ഞിരിക്കുന്നത് മാലിന്യം കൊണ്ട്. അങ്ങനെ ഭൂഗർഭജലം കണ്ടാമിനേറ്റഡ് ആകുന്നു, മലിനമാകുന്നു. തൊട്ടടുത്ത് തന്നെയുള്ള ഈ കിണർ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഈ കിണർ, അതുപോലെ തന്നെ ആര്യാസിൻ്റെ അവിടെയുള്ള കിണർ, ഈ കിണറൊക്കെ ആയിട്ട് 5 മീറ്റർ 7 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ കിണറിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഏറ്റുമാനൂർ നഗരസഭയിലേക്കും ഈ ഭാഗത്തുള്ള വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ശുദ്ധജലം എടുക്കുന്ന കിണറുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കിണറിൽ മാലിന്യം നിറഞ്ഞതോടെ സമീപത്തെ കിണറ്റിലേക്കും മാലിന്യം കലരുന്നതായാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. അതേസമയം നഗരസഭയിലേക്കും മറ്റും ശുദ്ധജലം എത്തിക്കുന്ന കിണറിലെ വെള്ളം 3 മാസം മുമ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആരോഗ്യത്തിന് ഹാനികരമായ ഒന്നിൻ്റെയും സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നാണ് നഗരസഭ ആരോഗ്യ വിഭാഗം അവകാശപ്പെടുന്നത്. ഏതായാലും വിഷയം നഗരസഭാ കൗൺസിലിൽ ഉന്നയിക്കുമെന്നും കിണറ്റിലും പരിസരങ്ങളിലും മാലിന്യം തള്ളുന്നത് തടയാൻ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും CPM പ്രതിനിധികളായ കൗൺസിലർമാർ അറിയിച്ചു. നഗരസഭാ ഓഫീസിന് സമീപം MCF സ്ഥാപിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം. മലയോര മേഖലയിൽ റബ്ബർ തോട്ടങ്ങളിൽ വളരുന്ന തോട്ടപ്പയറിന് വിപണിയിൽ വൻ ഡിമാൻഡ്. കിലോയ്ക്ക് 1200 രൂപ വരെയാണ് മാർക്കറ്റിൽ തോട്ടപ്പയറിന് വില. ഇതോടെ വീട്ടമ്മമാർക്കുൾപ്പെടെ തോട്ടപ്പയർ ഒരു വരുമാന മാർഗമായി. റബ്ബർ തോട്ടങ്ങളിൽ വേനൽക്കാലത്ത് റബ്ബർ മരങ്ങൾക്ക് തണുപ്പ് ലഭിക്കാനായാണ് പ്രധാനമായും തോട്ടപ്പയർ വളർത്തിയിരുന്നത്. അതിവേഗം വളർന്നു പടരുന്ന തോട്ടപ്പയർ മറ്റ് കളകൾ വളരുന്നത് ഒരു പരിധിവരെ തടയുകയും ചെയ്യും. തോട്ടപ്പയർ ചെടികളിൽ കുലകളായി ഉണ്ടാകുന്ന പയറിന് അടുത്ത കാലത്തായി വിപണിയിൽ വൻ ഡിമാൻഡാണ് ഉണ്ടായിരിക്കുന്നത്. കിലോയ്ക്ക് 1200 രൂപ വരെ മാർക്കറ്റിൽ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. ഇതോടെ നിരവധി പേരാണ് തോട്ടപ്പയർ പറിച്ച് ഉണക്കി വിൽക്കാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കടയിൽ കൊടുത്താൽ നമുക്കൊരു 1000 രൂപയൊക്കെ കിട്ടുമെന്നാണ് ഇങ്ങനെ പറയുന്നത്. അതിൻ്റെ വിളിച്ചത് ഞങ്ങളിത് പറിച്ചെടുക്കുന്ന
ആർക്കും വേണ്ടാതെയൊക്കെ ഇവിടെ കിടക്കുമായിരുന്നു, വെറുതെ മരുന്നടിച്ചൊക്കെ ഇങ്ങനെ പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ സാധനം ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഞങ്ങളും പറിക്കുക. ഇവിടെയൊക്കെ ആളുകൾ ഇഷ്ടം പോലെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ വന്ന് പറിക്കുന്നുണ്ട്. വണ്ടികളൊക്കെ വന്ന് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വിത്തുണ്ടാകുക. പയറിന്റെ ഉള്ളിലെ കായകളാണ് ശേഖരിച്ച് വിൽക്കുന്നത്. ഇതിനായി പയറിന്റെ തോട് പച്ചനിറം മാറി മഞ്ഞനിറമാകുമ്പോൾ പറിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി പയർമണികൾ വേർതിരിച്ചെടുക്കണം. ഇത് വേർതിരിച്ചിട്ട് വെയിലത്തോട്ടിടും. വെയിലത്തിട്ട് കഴിയുമ്പോൾ ഉണങ്ങി പൊട്ടി തന്നെ പോകും. അത് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഇതിൻ്റെ ചവർ മാറ്റിയിട്ട് അരി മാത്രം എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും, എന്നിട്ട് കൊടുക്കും. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി, പാമ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിൽ കടകളിൽ തോട്ടപ്പയർ വിത്തുകൾ സംഭരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്നും കയറ്റി അയക്കുന്ന തോട്ടപ്പയർ എവിടേക്കാണ് പോകുന്നതെന്നോ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗമെന്നോ വ്യാപാരികൾക്കും അറിയില്ല. വിത്തുകൾ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നതെന്നും മരുന്ന് നിർമ്മാണത്തിനായി രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിനായി ഉപയോഗിക്കുന്നു എന്നുമാണ് സൂചന. ഏതായാലും കോട്ടയം ജില്ലയിൽ പല ഭാഗങ്ങളിലും തോട്ടപ്പയർ ശേഖരണം ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കോട്ടയം. സ്വർണം മലയാളികളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാകാത്തൊരു ലോഹമാണ്. ഓരോ കാലഘട്ടത്തിലും സാമ്പത്തിക സ്ഥിതിയിൽ സ്വർണത്തിന് കൃത്യമായ റോളുമുണ്ട്. ആഭരണം എന്നതിലുപരി സുരക്ഷിതമായൊരു നിക്ഷേപമായി കൂടിയാണിപ്പോൾ മലയാളികൾ സ്വർണത്തെ കാണുന്നത്. എന്നാൽ ഇപ്പോഴുള്ള വില വർധനവ് ആശങ്കയുണ്ടാക്കുന്നുണ്ടെങ്കിലും സ്വർണത്തോടുള്ള താല്പര്യം കുറയുന്നില്ല എന്നതാണ് വിപണിയിലെ കാഴ്ച. വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നു. നമസ്കാരം. മലയാളികളെ സംബന്ധിച്ച് സ്വർണം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ലോഹമാണ്. ഓരോ കാലഘട്ടത്തിലും സ്വർണത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലുമാണ്. കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ സ്വർണത്തിന് കൃത്യമായ റോളുണ്ട്. ആഭരണം എന്നതിലുപരി സുരക്ഷിതമായ ഒരു നിക്ഷേപമായി കൂടിയാണ് മലയാളികൾ എന്നും സ്വർണത്തെ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോഴുള്ള വില വർധന ചെറിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എങ്കിൽ പോലും സ്വർണത്തിനോടുള്ള താല്പര്യം കുറയുന്നില്ല എന്നതാണ് വിപണിയിലെ കാഴ്ചകൾ നൽകുന്ന വിവരം. ഇതാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. അമ്പിളി, ഞാൻ പറഞ്ഞ പോലെ സ്വർണത്തിന് എല്ലാ കാലത്തും കൃത്യമായ മൂല്യം ഉണ്ടായിരുന്നു. ഓരോ കാലത്തും ഓരോ വിലയാണെങ്കിലും മൂല്യത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ വില ഇപ്പോൾ 1 ലക്ഷമൊക്കെ കടന്ന് ഇങ്ങനെ കുതിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും ആളുകൾക്ക് അതിനോടുള്ള ഒരു താല്പര്യം കുറയുന്നില്ല. നമ്മുടെ ഒരു വിവാഹ സങ്കല്പങ്ങളിലൊക്കെ സ്വർണ്ണം ഇപ്പോഴും എത്രയൊക്കെ പുതുതലമുറ മാറുകയാണ്, അവരുടെ ചിന്തകൾ മാറുകയാണെന്നൊക്കെ പറഞ്ഞാലും സ്വർണത്തിന് ഒരു സ്ഥാനമുണ്ട്. നേരത്തെ കുറച്ച് ഹെവി ഓർണമെൻറ്റ്സ് ഒക്കെ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ അത് കുറച്ചുകൂടി പരിമിതപ്പെടുത്തി കുറച്ച് ലൈറ്റാക്കി എന്നതിനപ്പുറത്തേക്ക് വാങ്ങുന്ന അളവിൽ വലുതായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. എത്ര സാധാരണക്കാരനായാലും വിവാഹം വരുമ്പോൾ ഒരു 50-60% വരെ എങ്കിലും സ്വർണം, അത്രയും പണമെങ്കിലും 50-60% വരെ പണമെങ്കിലും സ്വർണത്തിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് പറയേണ്ടത്. ഒരു രാജ്യത്തെ മൊത്തം ഒരു കണക്കെടുത്താൽ പോലും ഇന്ത്യയിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വർണം വിൽക്കുന്നതും വാങ്ങുന്നതും ആളുകളുടെ കയ്യിൽ സ്വർണം ഉള്ളതും ഒക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്നത് ശരിക്കും ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭ്രമം എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കാണുന്നുണ്ടോ ആളുകൾ? ഇപ്പം അഖില പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ സ്വർണത്തെ നോക്കി കാണുമ്പോൾ സ്വർണം കയ്യിലുള്ള ആളുകൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതിൻ്റെ ഒരു മൂല്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഒരു പക്ഷേ ഈ സ്വർണ്ണത്തോടുള്ളൊരു ഭ്രമം അല്ലെങ്കിൽ ഈ സ്വർണ്ണാഭരണങ്ങളോടുള്ള ഒരു ഭ്രമം ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ലോകത്ത് തന്നെ നമ്മൾ മലയാളികൾക്കായിരിക്കും. അപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ റിപ്പോർട്ടുകൾ പറയുന്നത് അതിനോടുള്ളൊരു പ്രിയം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ജ്വല്ലറികളിലെ തിരക്ക് എത്ര സ്വർണ്ണവില കൂടുമ്പോഴും ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തിരക്കാണ്. പക്ഷേ അവർ ആശങ്കകളൊക്കെ ഈ സ്വർണ്ണവില റെക്കോർഡ് വില വർധനയിലൊക്കെ രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നോക്കുമ്പോൾ സ്വർണം ഒരു പകിട്ട് മാത്രമല്ല, അതിനൊരു ഉറപ്പ് കൂടി ഉണ്ടല്ലോ, ഒരു കരുതൽ ധനം എന്നുള്ള രീതിയിലുള്ള ഒരു ഉറപ്പ് കൂടിയുണ്ട്. അപ്പം എന്താണ് ഈ സ്വർണം കഴിഞ്ഞ 5 വർഷമായിട്ടാണ് സ്വർണ്ണവിലയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ ഒരു റെക്കോർഡ് വില വർധനവ് ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു പവൻ സ്വർണത്തിന് 15 രൂപയാണ് എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു അനുഭവം എടുക്കുകയാണെങ്കിൽ 2000-ലൊക്കെ സ്വർണത്തിൻ്റെ വില ഒരു 3000
4,000-ത്തിനിടയിലാണ് നിന്നത്. പിന്നീടാണ് 2026 എത്തുമ്പോൾ 1,00,000-ന് മേലെ സ്വർണം. ഇപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും അനുദിനം റെക്കോർഡ് വില വർധനമാണ്. ഒരു ദിവസം തന്നെ വില എത്ര രീതിയിൽ മാറി മറിയണ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ രാജ്യങ്ങൾ പോലും ഒരു കരുതൽ ധനം, അതായത് ഖജനാവിലേക്കുള്ള ഒരു സംഭരണം എന്ന രീതിയിൽ സ്വർണം വാങ്ങുന്ന ഒരു രീതിയുണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, ഈ രാജഭരണ കാലത്തൊക്കെ ഉണ്ട്. അത് പിന്നീട് നമ്മൾ ആളുകളൊക്കെ അത് പുലർത്തി പോരുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സ്വർണ്ണവില കൂടുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് അഖില നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിവാഹമാണ്. അതായത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹങ്ങൾക്കും ഈ വിവാഹം പോലെ തന്നെയുള്ള മറ്റ് ചടങ്ങുകൾക്കും ഈ സ്വർണം ഒഴിച്ചുകൂടാനാകാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. പക്ഷേ ഓരോ തവണ സ്വർണ്ണ വില വർധനവിലും, അതായത് സ്വർണം 50,000 പിന്നിട്ടപ്പോഴും 75,000 പിന്നിട്ടപ്പോഴും 1,00,000-ലേക്കൊക്കെ കടന്നപ്പോഴും ജ്വല്ലറികളിൽ നിന്നുള്ളൊരു പ്രതികരണം ഒരു ആശങ്കയുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു യുവതലമുറയ്ക്ക് സ്വർണത്തോട് അത്ര ഭ്രമമില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ നമ്മളൊരു നഗര ഗ്രാമീണ വ്യത്യാസമില്ലാതെ എവിടെ ചെന്ന് നോക്കിയാലും നമുക്ക് ഒരു ജ്വല്ലറി ഇല്ലാത്ത ഒരു സ്ഥലം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അത് മലയാളികൾക്ക് സ്വർണം ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള രീതി തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ വിവാഹം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മലയാളികൾ പല കാര്യങ്ങളിലും വളരെ പുരോഗമന കാഴ്ചപ്പാടുള്ള ആളാണ്. പക്ഷേ വിവാഹത്തിന് ഒരു തരി സ്വർണ്ണമില്ലാതെ ഇപ്പോഴും ഭൂരിഭാഗം മലയാളികൾക്കും സങ്കല്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ പലർക്കും, അതായത് രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വർണ്ണവില ഉയരുമ്പോൾ അത് ഉപയോഗിക്കുന്ന അളവിൽ ഒരു പക്ഷേ കുറവുണ്ടായിരിക്കാം. പക്ഷേ ഈ അത്തരം ഒരു വിപ്ലവത്തിലേക്ക് നമ്മൾ പോയിട്ടില്ല. സ്വർണ്ണമില്ലാതെ വിവാഹം കഴിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എത്ര വില വർദ്ധിച്ചാലും ഈ ജ്വല്ലറികളിലെ തിരക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു തരിയിലും വാങ്ങാൻ വരുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ വിവാഹത്തിന് അത് അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭൂരിപക്ഷം മലയാളികളും പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് അമ്പിളി പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് സ്വർണം ഇറക്കുമതി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് നമുക്കുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം ചെയ്യുന്നത് ചൈനയാണെങ്കിലും 420 ടണ്ണൊക്കെ ഖനനം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യ ആ ഖനന നിരക്കിൽ ഒരു 11ാം സ്ഥാനത്തൊക്കെയാണ്. 1.4 ടണ്ണൊക്കെയാണ് ഇന്ത്യയിൽ ഖനനം ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഇറക്കുമതി നമുക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗത്തിലും വളരെ കൂടുതലാണ് എന്നുള്ളത് ഇന്ത്യയാണ് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഏറ്റവും അധികം സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ പെടുന്നത്. ഇപ്പോൾ ഈ ഇന്ത്യയുടെ ആസ്തി സ്വർണത്തിൽ ഇന്ത്യയുടെ ആസ്തി എന്ന് പറയുന്നത് 250 ലക്ഷം കോടി കവിഞ്ഞു എന്നാണ് ഈ ഒരു വർഷം മുന്നേയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സ്വർണം വാങ്ങുന്നുണ്ട് എന്നുള്ളത്. അതാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വിവാഹം മാറ്റി നിർത്തിയാൽ മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്വർണ്ണം, ഈ ശുഭകരമായ എല്ലാ ദിവസവും സ്വർണ്ണം വാങ്ങി. എൻ്റെ ഓർമ്മയിൽ നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് അങ്ങനെ അക്ഷയ തൃതീയക്ക് സ്വർണം വാങ്ങുക അത് അത്ര ഒരു പ്രാധാന്യമൊന്നും ആരും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15 വർഷങ്ങൾക്കുള്ളിൽ അതിനൊക്കെ വലിയ പ്രാധാന്യം. പക്ഷേ പരസ്യങ്ങളോ ജ്വല്ലറിക്കാരുടെ പരസ്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം എങ്കിൽ പോലും അക്ഷയ തൃതീയയിൽ സ്വർണം വാങ്ങിയാൽ അത് വളരെ നല്ലതാണ്. അങ്ങനെ ഓരോ ദിവസം അനുസരിച്ച് സ്വർണം വാങ്ങുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ഒരു കണക്കൂട്ടലുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഇപ്പോൾ ഈ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഈ സ്വർണ്ണവില ഉയരുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ സ്ത്രീധന പീഡനം, സ്ത്രീധന ചോദിച്ചുകൊണ്ടുള്ള കൊലപാതകങ്ങളൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം ഇങ്ങനെ വില കൂടുന്നതനുസരിച്ച് ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ ആണെങ്കിൽ പല കല്യാണങ്ങൾക്ക്, ഇപ്പോഴാണ് ഇങ്ങനെ സ്ത്രീധനം പറഞ്ഞ് കല്യാണം കഴിക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞത്. മുമ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു 50 പവൻ അല്ലെങ്കിൽ 100 പവൻ്റെ സ്വർണം ഞാൻ എൻ്റെ മകൾക്ക് കൊടുക്കും എന്ന് പറയുന്ന ഒരു കാലമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണം അല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ സ്വർണം അങ്ങനെ പറയാനേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മലയാളിക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെ വില കൂടുന്നത് അനുസരിച്ച് അങ്ങനെ കിട്ടുന്ന സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ധനം പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സാമ്പത്തികമായി വലിയ നേട്ടം പലർക്കും അത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ സാധാരണക്കാർക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ സ്വർണം സൂക്ഷിക്കുക എന്നുള്ളത് സാധാരണ സമ്പന്നക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വലിയ മോഷണമൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഈ കാലത്ത്. പിന്നെ ഒപ്പം തന്നെ ബാങ്ക് ലോക്കറിലൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അതിന് പ്രത്യേകം നമ്മൾ പണമൊക്കെ നൽകേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ്. അതായത് സാമൂഹികമായി കൂടി അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ സാമ്പത്തികമായി അങ്ങനെ പറയുകയാണെങ്കിൽ വലിയ നേട്ടം അതുള്ളവർക്ക്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉള്ളവർക്കുണ്ട് എങ്കിൽ പോലും സാമൂഹികമായി കൂടി ഒരു പ്രശ്നമായി ഈ വില വർധനയെ നമ്മൾ കാണണ്ടേ? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
അത് ഇപ്പോൾ അഖില പറഞ്ഞ പോലെ തന്നെ നമുക്ക് പണ്ട് നമ്മൾ വിവാഹങ്ങളിൽ ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു താലിമാലയിലും ഒരു മോതിരത്തിലും ഒതുക്കും. പിന്നീടാണ് സ്വർണം ഈ 100 പവൻ അങ്ങനെ കണക്ക് പറഞ്ഞ് സ്വർണം കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ സ്വർണത്തിന് ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത് സ്ത്രീധനത്തിൻ്റെ പേരിലായാലും പലതരത്തിലുള്ള വിഷയങ്ങളാകുന്നത്. അങ്ങനെ സർക്കാരിന് ഒരു നിയമം വരെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വിവാഹങ്ങളിലും അതുപോലെ തന്നെ കരുതൽ ധനം എന്ന രീതിയിൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ ആഡംബര കാര്യങ്ങളിൽ ഇത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ സ്വർണത്തിനപ്പുറത്തേക്ക് ഈ സ്വർണവുമായി ബന്ധപ്പെട്ട ക്രിമിനൽ കേസ് നമ്മുടെ നാട്ടിൽ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്വർണത്തിലെ കൊട്ടേഷൻ സംഘം, സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതലുള്ള വർഷങ്ങളാണല്ലോ. എന്തിന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംശയത്തിന് നിഴലിലായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വർണത്തിൻ്റെ ഡിമാൻഡ് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ കുറ്റമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വർണം വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള പോക്ക് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നും ആളുകൾക്ക് ഒരു തരി സ്വർണം കൊടുത്തില്ലെങ്കിൽ അത് സാധാരണ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ സ്വർണം ഒരാശങ്ക ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിലൊരു മാറ്റമാണ് വരേണ്ടത്. അതായത് സ്വർണം ഒരു നിക്ഷേപം എന്ന രീതിയിൽ ഓക്കെയാണ്. പക്ഷേ ഇതിനെ ഒരു സാമൂഹികമായ രീതിയിൽ ഇതൊരു വലിയൊരു വിപത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്കാണ് ശരിക്കും നമ്മൾ എത്തേണ്ടത് എന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മൾ 2026-ലായി. നമ്മൾ ഈ 2025-നേക്കാൾ ഒരു പക്ഷേ ഒരു 30,000 രൂപയോ അല്ലെങ്കിൽ 25,000-ന് മുകളിൽ ഇപ്പം സ്വർണ്ണവില കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. അത് ഓരോ ദിവസവും കൂടുകയാണ്. ചില ദിവസങ്ങളിൽ 8,000-ലൊക്കെ എത്തുന്നു, ചില ദിവസം 3,000 രൂപയായി കുറയുന്നു. അങ്ങനെയാണ് സ്വർണ്ണവില പോകുന്നത്. പിന്നെ ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ നിക്ഷേപമായി കരുതുമ്പോൾ സ്വർണ്ണത്തിന് എപ്പോഴും കൃത്യമായ മൂല്യമുണ്ട്. നമ്മൾ ഇന്ന് 50,000 രൂപയ്ക്ക് വാങ്ങുന്ന സ്വർണ്ണം ചിലപ്പോൾ നാളെ അത് 70,000 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു മൂല്യമുണ്ടല്ലോ സ്വർണത്തിന്. അതായത് അത് ഓരോ വർഷം കഴിയും തോറും അപാരമായ ഒരു മൂല്യമുള്ള ഒരു വസ്തു. അതായത് നമ്മളൊരു വസ്തു വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിയാൽ വസ്തുവിന് ഇപ്പൊ പക്ഷെ കുറച്ചുകൂടി മാർക്കറ്റ് ഉണ്ട്. പക്ഷെ നമ്മളൊരു ഉപയോഗിക്കുന്ന ഒരു സാധനം, കാറോ അത്തരത്തിൽ ആഡംബര കാറാണെങ്കിൽ പോലും നമ്മളത് വിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയതിന്റെ പകുതി വില പോലും ചില സമയങ്ങളിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ സ്വർണത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇന്ന് 50,000 രൂപയ്ക്ക് വാങ്ങിയാൽ ഒരുപക്ഷെ പണിക്കൂലിയുടെ കാര്യത്തിലുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു പണിക്കൂലി കുറച്ച് കുറവായിട്ടുള്ള രാജ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതനുസരിച്ച് കുറച്ച് ഈ ആഡംബരം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനുള്ള കൊത്തുപണികളൊക്കെ കൂടുന്നതനുസരിച്ച് പണിക്കൂലിയിൽ മാറ്റം വരാം. ആ പണിക്കൂലി മാറ്റി നിർത്തിയാൽ സ്വർണത്തിന് കൃത്യമായ മൂല്യം. ഇന്ന് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്വർണ്ണം നാളെ ജ്വല്ലറി കൊടുത്താൽ ആ സ്വർണത്തിന്റെ വില എത്രയാണോ അതിൽ വളരെ നേരിയ ഏറ്റക്കുറച്ചിലുകൾ മാത്രമേ വരുള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും സ്വർണം കയ്യിലുള്ള ആൾക്ക് നഷ്ടമുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് നഷ്ടമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വർണത്തിനൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഇപ്പോഴത്തെ വെള്ളിയുടെ വില വർധനവ്. ചരിത്രപരമായ മുന്നേറ്റമാണ് വെള്ളിയിലും ഇപ്പൊ നടന്നത്. ആദ്യ കാലങ്ങളിലൊക്കെ വെള്ളിക്ക് അത്ര മാർക്കറ്റില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ, എല്ലാം മാർക്കറ്റ് എന്നുള്ള തരത്തിലാണ് കാണുന്നത്. ഇപ്പോൾ ആളുകളുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്, ആഭരണങ്ങളുടെ രീതികൾ മാറിയിട്ടുണ്ട്. പുതിയ തലമുറയ്ക്ക് ഒരു പക്ഷേ വെള്ളിയോട് സ്വർണത്തെക്കാൾ കുറച്ചുകൂടി ഒരു ഭ്രമമുണ്ട്. അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ സ്വർണത്തിനെ അപേക്ഷിച്ച് വെള്ളിക്ക് വില കുറവ് എന്നുള്ളത് ഒരു പ്രധാന കാര്യം. പിന്നെ ഒപ്പം തന്നെ ഇപ്പൊ വെള്ളിയിൽ പല തരത്തിലുള്ള ആഭരണങ്ങൾ, ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഒരു കാലത്ത് ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി. ഒപ്പം തന്നെ ഈ വർഷമാണ് വെള്ളിക്ക് ബാങ്കുകളിൽ പണയം വെക്കാൻ കൂടി കഴിയുന്ന ഒരു സാഹചര്യം കൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏപ്രിലോട് കൂടിയൊക്കെ അത് സംഭവിക്കും എന്നാണ് RBI നിന്നൊക്കെ ലഭിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ കുറച്ചുകൂടി മൂല്യം, അതായത് സ്വർണം എന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ വെള്ളിയെയും ഈ ഘട്ടത്തിൽ കാണേണ്ടതുണ്ട്. വെള്ളിക്ക് മൂല്യം കൂടുന്നത് അതായത് സ്വർണത്തിന് എങ്ങനെയാണോ സാമൂഹികപരമായി ഉണ്ടാകുന്ന ആ മാറ്റം അല്ലെങ്കിൽ ആശങ്ക, അതൊരു പക്ഷേ വെള്ളിയിലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർണ്ണാഭരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അഖില നേരത്തെ സൂചിപ്പിച്ച പോലെ പണ്ട് ഇത്ര പവൻ സ്വർണം എന്നുള്ളതിന് പകരം ഇത്ര രൂപയ്ക്കുള്ള സ്വർണം എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. കഴിഞ്ഞ ദിവസം ഒരു ജ്വല്ലറിയിൽ നിന്നുള്ളൊരു പ്രതികരണം കേട്ടതാണ്. കാരണം ഈ പണിക്കൂലിയും GSTയും കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു നഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പുതുതലമുറയ്ക്ക് ഇതിനോടൊന്നും ഒരു ഇതില്ല എന്നാണ് പറയുന്നത്. അതൊരു ട്രെൻഡായി ശരിക്കും മാറേണ്ടതുണ്ട്. അതായത് ഈ ആഭരണങ്ങളോടൊരു ഭ്രമയില്ലാത്തത്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ഈ വെള്ളി ആഭരണങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളോടൊക്കെയാണ് പുതുതലമുറയ്ക്ക് താല്പര്യം. അതൊരു വനിതാ ജംഗ്ഷന്റെ പൂർണ്ണരൂപം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. ഇനി കായിക വാർത്ത.
10ാമത് T20 ലോകകപ്പിനായി ഇന്ന് തുടക്കം. ഇന്ത്യയുടെ ആദ്യ മത്സരം ഇന്ന് US-നെതിരെയാണ്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ടീം ഇന്ത്യ ന്യൂസിലാൻഡിനെതിരായ പരമ്പര 4-1 ജയിച്ചാണ് ലോകകപ്പിനെത്തുന്നത്. പരമ്പരയിൽ തിളങ്ങാനാകാത്ത സഞ്ജു സാംസന്റെ കാര്യം ആശങ്കയിലാണ്. സന്നാഹ മത്സരത്തിനിടെ പരിക്കേറ്റ പേസ് ബൗളർ ഹർഷിത് റാണയ്ക്ക് പകരം മുഹമ്മദ് സിറാജ് ടീമിലെത്തി. രാത്രി 7 മണി മുതൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.